നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 26ാമത്തെ കഥ. രാമൻ്റെ മകൻ ബാലനാണ്. എങ്കിലും അവനും ബിരുദനാണ്. അക്കാര്യം തെളിയിച്ച ഒരു സംഭവം. കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ വിശേഷപ്പെട്ട ഒരു തരം പൂക്കളുണ്ട്. ആ പൂവ് ചൂടണമെന്ന് ഒരു സ്ത്രീക്ക് ആഗ്രഹം. ആരാണ് ആ സ്ത്രീ? രാമൻ്റെ ഭാര്യ തന്നെ. രാജ്ഞിമാർക്കും രാജകുമാരിമാർക്കും മാത്രമുള്ളവയാണ് ആ പൂക്കൾ. മറ്റാർക്കും കൊടുക്കുകയില്ലെന്ന് രാമൻ്റെ ഭാര്യയ്ക്കറിയാം. അവർ മകനെ കൊണ്ട് പൂക്കൾ കട്ടെടുത്ത് ധരിക്കും. അക്കാര്യം രാമൻ പോലും അറിഞ്ഞില്ല. എങ്കിലും വസ്തുത രാജസേവകന്മാരിൽ ചിലർക്ക് അറിവായി. രാമനോടുള്ളിൽ വിരോധമുള്ളവരാണ് അക്കൂട്ടർ. രാമൻ്റെ പുത്രനെ പൂവോടുകൂടി പിടിക്കണം. അത് രാമന് നല്ലൊരു തിരിച്ചടിയാവും. അവർ തമ്മിൽ രഹസ്യമായി ആലോചന നടത്തി. ഒരു പരിപാടിയും ആലോചിച്ചു തയ്യാറാക്കി. ഒരു ദിവസം രാവിലെ അവർ സംഘം ചേർന്ന് നിൽപ്പായി. രാമൻ്റെ മകൻ ഒളിച്ച് ഉദ്യാനത്തിൽ കയറിയിരിക്കുന്നു. അവർ ചക്രവർത്തിയെ വിവരം ധരിപ്പിച്ചു. ബാലനെ പിടിച്ച് ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടു ചെല്ലാമെന്ന് ഉറപ്പും പറഞ്ഞു. ഓരോരുത്തരായി വാതിലുകളിൽ കാവൽ നിന്നു. കൊട്ടാരത്തിൽ നിന്നും രാജവീഥിയിൽ ഇറങ്ങുന്നതിനുള്ള വാതിലിലോ അനേകം പേർ ഒന്നിച്ച് നിലകൊണ്ടു. അതുവഴി വേണമല്ലോ കള്ളന് പുറത്തു പോകാൻ. ചിലർ ചെന്ന് രാമനെ കണ്ടു. രാമ, നിങ്ങൾ ഞങ്ങളോടൊന്നിച്ച് പുറം വാതിലിൽ നിൽക്കണം. അതപ്പോൾ നിങ്ങൾക്കും നേരിട്ടറിയാനാകും നിങ്ങളുടെ മകൻ പൂമോഷ്ടിക്കുന്ന കള്ളനാണെന്ന് അവർ പറഞ്ഞു. അവരൊന്നിച്ച് രാമൻ അവിടേക്ക് പോയി. അല്ലാതെ നിവർത്തിയില്ലല്ലോ. അതേസമയം രാമൻ ആലോചിക്കുകയുമാണ്. എന്താ രാമ, നിങ്ങൾ ഒന്നും പറയാത്തത്? അവർ അന്വേഷിച്ചു. അപ്പോൾ രാമൻ ഒരു പൊടിക്കൈ പ്രയോഗിച്ചു. ഞാൻ എന്തു പറയാനാണ്? എൻ്റെ മകന് വല്ലതും പറയാനുണ്ടെങ്കിൽ അവൻ പറഞ്ഞുകൊള്ളും. എങ്കിലും എനിക്കൊന്ന് തോന്നുന്നുണ്ട്. അവൻ ഉദ്യാനത്തിൽ കടന്നത് പൂക്കൾ ഇറുക്കാനായിരിക്കില്ല, മറിച്ച് പച്ചില മരുന്നുകൾ പറിക്കാനായിരിക്കും. അവൻ്റെ അമ്മ പച്ചില മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട് ഈയിടെയായിട്ട്, അയാൾ പറഞ്ഞു. പതുക്കെയല്ല, കുറെ ഉച്ചത്തിലാണ് രാമൻ ഇത്രയും സംസാരിച്ചത്. ഗൂഢമായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു ആ സൂത്രശാലിക്ക്. ഒരു പക്ഷേ മകൻ അത് കേട്ടാലോ? വേണ്ടത് ചെയ്ത് അവൻ രക്ഷപ്പെടും. വാസ്തവത്തിൽ ബാലൻ അത് കേൾക്കുക തന്നെയുണ്ടായി. തന്നെ പിടിക്കാൻ കുറേ പേർ കരുതിയിരിക്കുകയാണ്. അതവന് മനസ്സിലായിരിക്കുന്നു. പുറം വാതിലിനടുക്കൽ കുറേ വലിയ ചെടികളുടെ പടർപ്പുണ്ട്. അതിനിടയിൽ അവൻ ഒളിച്ചിരിക്കുകയാണ്. അച്ഛൻ ഉറക്കെ പറഞ്ഞില്ലേ, അത് തന്നെ സഹായിക്കാനാണ്. അതിൽ ബാലന് യാതൊരു സംശയവും അവശേഷിച്ചില്ല. ചെറുതാണെങ്കിലും അച്ഛൻ്റെ മകനല്ലേ. അവൻ എന്ത് ചെയ്തുവെന്നോ? പൂവ് പറിച്ചു വച്ചിരുന്നത് വായിലിട്ട് ചവച്ചിറക്കി. ചില പച്ചിലകൾ പറിച്ച് മേൽമുണ്ടിൽ പൊതിഞ്ഞു. അവയുമായി പുറം വാതിലിലേക്ക് നടന്നു. അവിടെ അവനു വേണ്ടി കാത്തു നിൽക്കുകയാണല്ലോ രാജസേവകന്മാർ. അവർ അവനെ കടന്നുപിടിച്ചു. വലിച്ചിഴച്ച് ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരാക്കി. തിരുമേനി, അടിയങ്ങൾ ഇതാ കള്ളനെ കൊണ്ടുവന്നിരിക്കുന്നു. ഇവൻ സാധാരണയായി ഉദ്യാനത്തിൽ നിന്ന് പൂവ് കട്ടുകൊണ്ടു പോവാറുണ്ട്. ഞങ്ങളിതാ അവനെ തൊണ്ടിയോടെ പിടിച്ചിരിക്കുന്നു. പൂവ് മേൽമുണ്ടിൽ ഒളിച്ചു വച്ചിരിക്കുകയാണവൻ, അവർ പറഞ്ഞു. ബാലൻ്റെ മുഖത്ത് ആശ്ചര്യം സ്ഫുരിച്ചു. ഞാൻ പൂവ് മോഷ്ടിച്ചെന്നോ? ഞാൻ മേൽമുണ്ടിൽ പൂവ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു പോലും. ഇതാ കിടക്കുന്നു നിങ്ങളുടെ പൂവ്, അവൻ പറഞ്ഞിട്ട് മേൽമുണ്ട് നിവർത്തി നിലത്തിട്ടു. എല്ലാവരും കണ്ടത് പൂവല്ല, പച്ചില മരുന്നുകൾ. എൻ്റെ അമ്മയ്ക്ക് കഷായമുണ്ടാക്കാനാണ് ഈ മരുന്നുകൾ, അവൻ കൂട്ടിച്ചേർത്തു. സേവകന്മാർ ഇളിഭ്യരായി. നന്ദി.